എന്ന് പറയുന്നത് മറ്റുള്ളവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അതിൽ നമ്മളങ്ങോട്ട് ലയിച്ചു പോരുത്. നമ്മളെന്താണെന്നുള്ള നമ്മളെ സ്റ്റാൻഡ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ബ്രാൻഡിങ് ചെയ്യണം. അപ്പോൾ ബ്രാൻഡിങ് ചെയ്യണം, താങ്കൾ വളരെ കഴിവുള്ള ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആണോ? ആണ്. ആ ഓക്കെ, എങ്കിലാണ്. എൻ്റെ മൈൻഡിൽ ഞാൻ കഴിവുള്ള ഒരാൾ ആയിരുന്നു. റൈറ്റ് നൗ അറ്റ് ദ മൊമെൻറ്റിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. കാരണം എനിക്ക് ഞാൻ നല്ല സ്കിൽഡായിട്ട് അപ്ഡേറ്റഡ് ആയി നിന്നുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. ബട്ട് ഐ ആം നോട്ട് ദാറ്റ് റൈറ്റ് നൗ. അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു പീക്ക് ടൈം ഉണ്ടായിരുന്നു. മൈ ഹാർട്ട് ആൻഡ് സോൾ വാസ് ഇൻ ഇറ്റ്. മജീഷ്യനായിട്ട് നീ ജീവിക്കുന്ന അത് തന്നെ. ആ സമയം നീ ഇപ്പം എന്നോട് പറഞ്ഞു പ്രൊഡ്യൂസ് ആ സമയം. പക്ഷെ അതിപ്പോൾ ഞാനതല്ല. ആൻഡ് പിന്നെ ഞാൻ കുറേ ഇതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കി. ലൈക്ക് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് അതിലിങ്ങനെ ഒരു തൃപ്തി കണ്ടെത്തി നമ്മൾ ജീവിക്കുമ്പോൾ, ആൻഡ് ഐ വാസ് വെരി സാറ്റിസ്ഫൈഡ് ഡൂയിങ് ഷോസ്, മീറ്റിംഗ് പീപ്പിൾ, മേക്കിംഗ് ദം ഹാപ്പി, എൻ്റർടൈനിങ് ദം. ഇതൊരു അൾട്ടിമേറ്റ് പീസാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. ബട്ട് ടൈം ചേഞ്ച്ഡ് ആൻഡ് ടൈം റിവീൽഡ് മെനി തിങ്സ് ടു മീ. ആൻഡ് അതിൽ ബിഗ്ഗസ്റ്റ് ചേഞ്ച് ഓരോ ഘട്ടങ്ങൾ വരുമല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ മനസ്സിലാക്കും. ആൻഡ് ഐ ആം സ്റ്റിൽ ബീങ് ഓപ്പൺ ടു ന്യൂ തിങ്സ്, ബീങ് ഓപ്പൺ ടു ദ ലെസൺസ് വിച്ച് ഐ എം ഗോണ ലേൺ. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓപ്പണായിട്ട് നിൽക്കണം. ആൻഡ് ഐ ന്യൂ ദാറ്റ് 2024 എനിക്ക് ഉണ്ടാകാവുന്ന ആഘാതങ്ങളെ പറ്റി ഞാൻ 2022 21 എങ്ങാണ്ട് തന്നെ ഞാനതൊരു പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ആംപ്ലിറ്റ്യൂഡ് അത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഞാൻ റെഡിയായി നിൽക്കുന്നു വിചാരിച്ച. അതെ, ഐ ന്യൂ ദാറ്റ്. സർപ്രൈസ് ഇൻ ദ സെൻസ് ഇതാണ് സംഭവിച്ചോണ്ട് ഞാൻ സർപ്രൈസ്ഡ് അല്ല, പക്ഷെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഭയങ്കര വലുതായിരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ ഒരു അടി കൊണ്ടാ നമ്മൾ സഹിക്കുന്നുള്ള രീതി, പക്ഷെ അതൊരു 1-1.5 അടിയായിരുന്നു. നമുക്ക് വേദന സഹിക്കുന്നതിനും അപ്പുറത്തുള്ളൊരു അടി വരുമല്ലോ. ആൻഡ് ഇപ്പം ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുന്നത് എൻ്റെ ഓഡിയൻസിന് ചിലപ്പോൾ തോന്നും ഇങ്ങേരത് എന്താ പറയുന്നത്. ഓക്കെ, കാരണം ഞാൻ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ. ഇൻ ദ ഹാർട്ട് ഐ ന്യൂ ദാറ്റ് ഐ ആം എ വെരി വെരി സ്ട്രോങ് പേഴ്സൺ. അപ്പോൾ ഇപ്പം ഈ മെഡിറ്റേഷനെ കുറിച്ചായിക്കോട്ടെ, സ്പിരിച്വാലിറ്റിയെ കുറിച്ചായിക്കോട്ടെ, ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന സംഗതി എന്താ വെച്ചാൽ, വെൻ യു ബിക്കം എ വെരി സ്ട്രോങ് മൈൻഡഡ് ഓർ സ്ട്രോങ് ഹാർട്ട് പേഴ്സൺ, നമുക്ക് നമ്മളെല്ലാ പ്രശ്നങ്ങളും നമ്മൾ വളരെ ഈസിലി ഹാൻഡിൽ ചെയ്യുന്നു. ഇറ്റ് ഈസ് ട്രൂ ഇൻ എ വേ. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ടത്, ദ മോർ സ്ട്രോങ് യു ബിക്കം, അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള പരീക്ഷണങ്ങളാണ് നമുക്ക് വരിക. അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് നമ്മുടെ ലൈഫ് കൊണ്ടുപോകുള്ളൂ. ദാറ്റ് ഈസ് ട്രൂ. നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടേക്കാരം വരിക. നമ്മൾ 5ാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സാകാൻ എന്തിനാണ് 6ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. 6ാം ക്ലാസ്സിൽ പരീക്ഷ പാസ്സാകുന്നതിന് അങ്ങനെ പോയി 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സാധനം കിടക്കുന്നുണ്ട് അല്ലേ, അത് പാസ്സാകാൻ വേണ്ടത്. സോ ഓരോ പരീക്ഷണങ്ങളും നമ്മൾ പാസ്സാകുന്നത് അതിലും വലിയ ഒരു പരീക്ഷണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് മാത്രമാണ്. പരീക്ഷ നിന്നിട്ടുള്ള പരിപാടി ജീവിക്കാനുള്ള സമയമില്ലേ, ജീവിക്കാന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു സത്യം ഇരിക്കുന്നത്. സോ വാട്ട് ഈസ് പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീസ് ഈസ് റൈറ്റ് നൗ. ഇപ്പോഴാണ് ശാന്തി, ഇതാണ് ശാന്തി, ഈ മൊമെന്റ്. സോ നമ്മൾ വെറുതെ ഇങ്ങനെ ബ്രാഗ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ഹാവ് റൈറ്റ് നൗ, അത് ഇറ്റ് ഷുഡ് നോട്ട് ബി സംതിങ് ആസ് എൻ എക്സ്ക്യൂസ്. ഓക്കെ, നമ്മളൊരു സംഗതി ചെയ്യാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഫെയിലായതിൻ്റെ ഒരു എക്സ്ക്യൂസ് ആകരുത്. അല്ലാത്ത പക്ഷം, ഇഫ് യു ആർ ഹാപ്പി വിത്ത് വാട്ട് യു ആർ റൈറ്റ് നൗ ആൻഡ് ഇഫ് യു ഹാവ് നോ കംപ്ലൈൻറ്റ്സ് അബൌട്ട് അതേഴ്സ്, നമ്മളെക്കുറിച്ചും കംപ്ലൈൻറ്റ്സ് ഉണ്ടാവാം, മറ്റുള്ള ആരെ കുറിച്ച് കംപ്ലൈൻറ്റ് ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദ പീസ് ഈസ് റൈറ്റ് നൗ.
ഇത് കേൾക്കുന്ന സമയത്ത് എനിക്കൊരു പീസ് കിട്ടിയില്ലേ? ഞാൻ പീസിലാണ്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. അത് അതാണ് ടാസ്ക്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതാണ് എപ്പോഴും നവ്വിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും പീസിലിരിക്കാൻ നടക്കില്ല. നമ്മളിങ്ങനെ പീസ് ഇങ്ങനെ നമ്മൾ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇറ്റ്സ് എ എവർ എൻഡിങ് പ്രോസസ്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ RIP എഴുതുന്നത്, റെസ്റ്റ് ഇൻ പീസ്. നിങ്ങളൊന്ന് സമാധാനത്തിൽ കിടന്നു. പിന്നെ വലിയ വെറിയൊന്നുമില്ലല്ലോ, ഇനി ബാക്കിയുള്ളവരൊക്കെ ചെയ്തോളും. പണ്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത്, മരിച്ചടക്കുന്ന ഇനിയിപ്പോൾ ആരും കണ്ടില്ലെങ്കിലോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് മരിച്ചിടുന്നല്ലോ. പിന്നെ മരിച്ചില്ലേ പിന്നെ അവിടെ എവിടെ കിടക്കുന്നത് എന്താ? ഞാൻ മനസ്സിലാക്കുന്ന റിയാലിറ്റി അബൌട്ട് ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ദർ ഈസ് സംതിങ് ആഫ്റ്റർ ഡെത്ത്. പക്ഷേ ഇപ്പം ചിലർ പറയുമല്ലോ, ഇപ്പം ഈ മരിച്ച ആൾക്കാർ ഇന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും, അന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും എന്നൊക്കെ. പക്ഷെ ദേ വെന്റ് ടു എ ഡിഫറെൻറ്റ് ഡയമെൻഷൻ. ദേ ഹാവ് മച്ച് മോർ തിങ്സ് ടു ഡു ഓവർ ദിയർ. എന്തൊക്കെയാണെങ്കിലും അവർക്ക് ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, കാരണം ബോഡി ഇല്ലല്ലോ. അതും അറിയൂല. നമ്മളെ സ്കിന്നും നമ്മളെ എന്ത് സോൾ ഉണ്ട് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. നമ്മളെ ബോഡി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഫീൽ ചെയ്യും. അതിനെപ്പറ്റി അല്ലേ ഒരു തരി പോലും എൻ്റെ അടുത്ത് അറിവില്ല. ആരടുത്തും അതിനെക്കുറിച്ചൊരു അറിവില്ല, എന്താണ് ആഫ്റ്റർ ദാറ്റ് എന്നുള്ളത്. അപ്പോൾ എനിക്കറിയില്ല അതിനെന്ത് മറുപടി പറയണം എന്നുള്ളത്. നോ ഐഡിയ, 0 ഐഡിയ. ഡെത്ത് എപ്പോഴും മനുഷ്യന്റെ മുന്നിലുള്ള വലിയൊരു പേടിയല്ലേ? അത് പേടിയാവാം. ഇപ്പൊ നമ്മളെല്ലാ മൃഗങ്ങളെ പോലെ നമ്മളൊരു മൃഗമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പൊ കോഴി മരിക്കുന്നില്ലേ, ആന മരിക്കുന്നില്ലേ? അപ്പോൾ അതൊക്കെ ആഫ്റ്റർ ലൈഫ് ഉണ്ടാവുമോ എന്നുള്ള അങ്ങനത്തെ ഇതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആനയും കോഴിയും മരിക്കുന്നില്ല, രണ്ടും ചാവുന്നേ ഉള്ളൂ. ആന ശരിയൊന്നു, കോഴി ചത്തു പോകുന്നു. അപ്പോൾ ഉണ്ടാവാം, അറിയില്ല. ഓക്കെ, പലർക്കും പല വേർഷൻസ് ആണല്ലോ ലൈഫിനെ കുറിച്ച്. ചിലർ കോസ്മിക്സിൽ വിശ്വസിക്കുന്നു, ചിലർ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ചിലർ വിശ്വസിക്കുന്നു ലൈക്ക് എവ്രി സിംഗിൾ പേഴ്സൺ ഈസ് ദ ഗോഡ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട്. ചിലർ വിചാരിക്കുന്നത് ലൈഫ് സൈക്കിളാണ്. ലൈക്ക് ആ കോഴി ചത്ത് പോയി പുഴുവായി വരുന്നു, എന്നിട്ട് അത് വേറെ കിളി അതിനെ ഭക്ഷിക്കുന്നു, മേ ബി വേറെ കോഴി. അതെ ട്രാൻസ്മിഷൻ അതെ, അവിടുന്ന് അത് ആ കോഴി വേറെ മുട്ടയിടുന്നു, അപ്പോൾ ഈ കോഴി അവിടെ വരുന്നു. സോ ഇറ്റ്സ് ഐ ഡോണ്ട് നോ. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാനൊരു 28 ഇയേഴ്സ് വരെ എൻ്റെ മെൻ്റൽ ഏജ് ഒരു 21 ആയിരുന്നു. ഞാനൊരു 30s കിടന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ വയസ്സ് 28 ആയത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഞാനൊരു 40s ആൻഡ് ഐ ആം എൻജോയിങ് ഇറ്റ്. സന്ത വൈബ് അങ്ങോട്ട് എൻജോയ് ചെയ്ത് മരിക്കണം ഞാൻ. അത് ഭയങ്കര സുഖമുണ്ട്. ഉമ്മാര് കളിയാക്കുമ്പോഴൊക്കെ ഞാനത് ഇരുന്ന് എൻജോയ് ചെയ്യണം. 2K അവരാണല്ലോ ഇപ്പോ ലോകം, ലൈക്ക് അവരാണല്ലോ ഭരിക്കുന്നത്. കാരണം അവരുടെ ടൈമല്ല, അവരാണ് ഇപ്പോ വർക്ക് ഫോഴ്സിലേക്ക്. ഞാൻ തിരിച്ചു പറഞ്ഞുതരാം. സോ ലുക്ക്, എവ്രിബഡി ഈസ് മിൽക്കിംഗ് 2K. ഇപ്പോൾ അതായത് സോഷ്യൽ മീഡിയ, ഓക്കെ, സോഷ്യൽ മീഡിയാസ് ആർ ഡിസൈൻഡ് ടു മിൽക്ക് ദം. ഓക്കെ, ഈ മില്ലിയനേഴ്സിനെ ആണ് അവരിങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് ദേ ആർ വെരി വോളട്ടൈൽ. ഓക്കെ, നമ്മൾ ഇപ്പം നിൻ്റെ ഓഡിയൻസിനൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് പഠിച്ച സമയത്ത് നിൻ്റെ ഒരു ബുള്ളിങ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത ലെവൽ ഓഫ് ബുള്ളിങ് വിട്ടിരുന്ന ഒരാളായിരുന്നു ജി. ഞാനോ? ഇന്നെ അപ്പോൾ പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും വി നെവർ യൂസ് ടു കംപ്ലൈൻറ്റ് അബൌട്ട് ദോസ് കൈൻഡ് ഓഫ് തിങ്സ് അല്ലേ. ഇപ്പം ഞാൻ ആക്ച്വലി ഒരു കറുമ്പനാണ്. ഓക്കെ, നമ്മൾ പുറത്ത് പോയാലാണ് നമ്മൾ അത് റിയലൈസ് ചെയ്യുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ ബ്രൗൺ സ്ക്രീനാണെന്ന് പറയുമെങ്കിലും പുറത്ത് പല സ്ഥലത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ കാണിക്കില്ലേ. അതല്ല, അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബ്ലാക്ക് ആണ്. ലൈക്ക് വി ആർ ബ്രൗൺ, പക്ഷെ എങ്കിലും വി ആർ കൺസിഡേർഡ് ആസ് ബ്ലാക്ക്. പക്ഷെ ഐ ഡോണ്ട് കെയർ. അവരിപ്പോൾ എന്നെ എന്ത് വിളിച്ചാൽ എന്താ,
ഓക്കെ, നമ്മൾ ആ ബുള്ളിങ്ങിലൂടെ ജീവിച്ചു പോന്നോണ്ടാണ് നമുക്കൊന്നും വിഷയമല്ലാതിരുന്നത്. ഒരു തടിയെന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, അത് ഇവിടെ വരുന്നതിന് മുന്നേ നമുക്കിപ്പോൾ US പോണ സമയത്ത് ഒരുപാടുണ്ടായിരുന്നു. എന്തായിരുന്നു, നമ്മളൊരിക്കലും ഫാറ്റ് പേഴ്സൺ എന്ന് നമ്മൾ അയാൾ അഡ്രസ്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ലൈക്ക് ഇഫ് സംബഡി ഈസ് അഡ്രസ്സിങ്, ഇപ്പം ഞാനൊരു തടിയനാണ്, ഇപ്പം എന്നെ ഒരാളൊരു ഫാറ്റ് പേഴ്സൺ വിളിക്കുന്നതുകൊണ്ട് ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. ഞാൻ മെലിയാൻ പോകുന്നില്ല. അത് ഇയാള് പറഞ്ഞിട്ട് ഒരു തടിയൻ പറയണ അല്ല, ഞാൻ പറയാം, ഇപ്പം എന്നെ ഒരാൾ ബ്ലാക്ക് എന്ന് വിളിക്കുകയാണെന്ന് വിചാരിച്ചോ, ഐ ഡോണ്ട് മൈൻഡ് അറ്റ് ഓൾ. അല്ല, ഞാൻ പറയുന്നതാണ്. അപ്പോൾ സോ നമ്മളെ വേറൊരാൾ അങ്ങനെ ഒന്നും വിളിക്കരുത്, നമ്മളങ്ങനെ ഒന്നും ആകരുത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ. വേറൊരാൾ നമ്മൾ എന്ത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ